നിങ്ങൾ ഒരുമിച്ച് കൂട്ടിയത് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു പ്രഗൽഭനായ സഹാബിയാണ്. നേരത്തെ ആ മഹാൻ നസ്രാനിയായിരുന്നു, ക്രിസ്ത്യാനിയായിരുന്നു. പിന്നെ എന്റെ അടുത്ത് വന്നു, ബൈഅത്ത് ചെയ്തു, അങ്ങനെ വിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചു. എന്നിട്ട് മസീഹുദ് ദജ്ജാലിനെ പറ്റി എനിക്കൊരു ഹദീദ് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് പറയാനാണ് ഇപ്പൊ നിങ്ങളെ വിളിച്ചത്. മസീഹുദ് ദജ്ജാലിനെ കണ്ട വിവരം. മസീഹുദ് ദജ്ജാൽ പകലുണ്ടോ? ഒന്നാമത് പോയി നോക്കാൻ ശ്രമങ്ങൾ നടത്തി. ധൈര്യമുള്ള ആളുകൾക്ക് വേണമെങ്കിലൊക്കെ പോകാം. എവിടെയോ ആയിരിക്കും. കാരണം മഹാനവറുകൾ തന്നെ പറയുന്നുണ്ട് ആ ഹദീദില്. മുസ്ലിം തങ്ങൾ ഉൾപ്പെടെ സ്വയം മുസ്ലിം ഹദീദാണ്. തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു അനുഭവം പറയാം. ഒരു കപ്പൽ യാത്രയിൽ 30 ആള് കൂടെയുണ്ട്. ലഹ്മു ജുദാമ് എന്ന ഗോത്രത്തിൽപ്പെട്ട 30 ആളുകളുണ്ട്. കപ്പൽ യാത്ര ചെയ്ത് സുബ്ഹാനല്ലാഹ് കടലിന്റെ ആ കടക്ഷോഭത്തിൽപ്പെട്ട് 1 മാസം അങ്ങനെ കറങ്ങി. എവിടേക്കാ പോണ്ടത്? എവിടേക്കാ പോവാ? ഇന്ന് സംവിധാനങ്ങൾ ഉണ്ടായിട്ട് തന്നെ എത്ര കറങ്ങി തിരിയുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ കപ്പൽ പോയി നോക്കുക, ആ കപ്പലിൽ റഡാർ സംവിധാനം ഉണ്ട്. എല്ലാ കപ്പലിലും ഉണ്ട്, വലിയ വലിയ ബോട്ടിൽ വരെ ഉണ്ട്. ആ റഡാർ സംവിധാനത്തിൽ അവർ നമുക്ക് കാണിച്ചു തരും. ഇതാണ് നമ്മളെ റൂട്ട്, പോകേണ്ട റൂട്ട്. പക്ഷെ ഇപ്പൊ പോകുന്ന റൂട്ട് ഇതാണ്. അതെന്ത് കാരണം? ഇത്ര മൈൽ അപ്പുറത്തൊക്കെ മത്സ്യം പിടിക്കാൻ വേണ്ടി വന്ന ബോട്ടുകളുണ്ട്. അപ്പൊ അവരോട് അടുത്തേക്ക് ഈ കപ്പൽ പോയാൽ അവരെ വല പൊട്ടിപ്പോകും. പിന്നെ മത്സ്യം കിട്ടൂല, ഒന്നും കിട്ടൂല. പലയിടത്തും ഒരു വലട്ടുണ്ടാവും. എന്നിട്ട് ഈ ബോട്ട് കൊണ്ട് കുറച്ചു നേരം താമസിച്ചാൽ അങ്ങോട്ട് കൂടുതൽ വലിച്ചു പിടിച്ച് മീനെടുത്ത് പോകും. രാത്രി സമയങ്ങളിൽ അത്രയും ദൂരത്തുള്ള ബോട്ടുകളെ ചെറിയ ചെറിയ നക്ഷത്രങ്ങളെക്കാളും വലുപ്പം കുറഞ്ഞ ചെറിയ നക്ഷത്രം ഒരാൾ വരച്ചാത്രം ഉണ്ടാവും, അതിനേക്കാളും വലുപ്പം കുറഞ്ഞ പോയിന്റിലായിട്ട് ഇങ്ങനെ കാണാം. ആ സംവിധാനത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കണം. അന്നെന്താ ഉള്ളത്? അന്ന് ദിശ അറിഞ്ഞ് അങ്ങനെ പോവുക ചെയ്യാം. പക്ഷെ ദിശ അറിയണമെങ്കിൽ അന്തരീക്ഷം ശാന്തമുണ്ട്. അന്തരീക്ഷം ശാന്തമാകാതിരുന്നാൽ ദിശ അറിഞ്ഞിട്ടെന്താ കാര്യം? 1 മാസം ഇങ്ങനെ കറങ്ങി, കപ്പലിൽ കറങ്ങി. പിന്നെ ആ കപ്പൽ അങ്ങനെ പോയി സമുദ്രത്തിലെ ഒരു ദ്വീപിലെത്തി. പടച്ചോനെ, എപ്പോഴാ എത്തിയെന്നറിയോ? സൂര്യാസ്തമിക്കുന്ന സമയത്ത്. ഏകദേശം സൂര്യൻ അസ്തമിക്കുന്ന ഒരു ഭാഗത്ത്, പാശ്ചാത്യ ഭാഗത്ത് അത്രയും കറങ്ങി അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ അവര് ഈ വലിയ കപ്പലിൽ നിന്ന് ഇറങ്ങിയിട്ട് ചെറിയ ബോട്ടിലേക്ക് ഇറങ്ങി. ഒരു ദ്വീപ് കണ്ടപ്പോൾ അവിടെ പോയി കുറച്ചു നേരം വിശ്രമിക്കാന്ന് കരുതിയിട്ട്. സാധാരണ എപ്പോഴും നമ്മളെ ലക്ഷദ്വീപിലൊക്കെ പോകുമ്പോ വലിയ കപ്പൽ അടുപ്പിക്കാൻ പറ്റാത്ത സ്ഥലത്ത് ആ കപ്പലിന് ചെറിയ ബോട്ടിലേക്ക് ഇറങ്ങും. ആ ബോട്ടിൽ വന്നിട്ട് കരക്ക് കയറും. ഇപ്പോഴും അങ്ങനെയാണ് സംവിധാനം. അങ്ങനെ എല്ലാവരും ഞങ്ങൾ 30 ആളും കൂടിയിട്ട് ആ കാണുന്ന ദ്വീപിൽ പ്രവേശിച്ചു. സുബ്ഹാനല്ലാഹ്, ആ ദ്വീപിലെത്തിയപ്പോ ഒരു ജീവി എന്ന് പറയാം, ഒരു ജീവി, പേടിപ്പെടുത്തുന്ന ഒരു ജീവി, കസീറു ഷഅർ, കൂടുതൽ രോമങ്ങളുള്ള ഒരു ജീവി. രോമം ഇങ്ങനെ മുന്നിലും പിന്നിലും ഉണ്ടായിട്ട് ഏതാണ് മുന്നേ ഏതാണ് പിന്നിൽ തിരിഞ്ഞ. മുൻഭാഗത്ത് രോമുണ്ട്, പിൻഭാഗത്ത് രോമുണ്ട്. പിന്നിൽ മാത്രം രോമാണെങ്കിൽ ഏതാണ് പിന്നിൽ കരുതൂലേ? മുന്നിലുണ്ടെങ്കിലോ? മുന്നിലും പിന്നിലും രോമം. അപ്പൊ മുൻഭാഗത്ത് ഒരുപാട് രോമങ്ങൾ താഴോട്ട്, അതേപോലെ പിൻഭാഗത്ത് ഏതാ മുന്നേ ഏതാ പിന്നെ. ഇത് കണ്ടപ്പോഴേക്കെന്നെ പേടിയായി. അവര് ചോദിച്ചു, നീ ഏതാണ്? വൈലക്കി മാ അന്തി, ഏതാ നീ എന്ന് ചോദിച്ചു. അപ്പൊ ആ ജീവി പറഞ്ഞു, അനൽ ജസ്സാസ, ഞാന് ഒരു ചാരപ്രവർത്തനം, ചാരവേല നടത്തുന്ന, ഒരു വാർത്തകളൊക്കെ ചൂഴ്ന്ന് അന്വേഷിച്ച് എത്തിക്കേണ്ടിടത്ത് എത്തിക്കുന്ന ഒരാളാണ്. എന്താ ജസ്സാസ് എന്താണെന്ന് ചോദിച്ചു. അപ്പൊ ആ ജീവി പറഞ്ഞു, നിങ്ങളത് ആ കാണുന്ന ഒരു മട കണ്ടില്ലേ, ഒരു മഠം, അതിന്റെ ഉള്ളിലേക്ക് പോയിക്കോളൂ, അവിടെ ഒരാളുണ്ട്. അയാൾ
കേൾക്കാൻ നിങ്ങൾക്ക് നല്ല താല്പര്യം ഉണ്ടാവും, അങ്ങോട്ട് പോയി. അങ്ങനെ വലിയൊരു മഠം പറഞ്ഞ, ഒരു പുരോഹിതന്മാരൊക്കെ പോയിരിക്കുന്ന മഠം പോലത്തെ ഒരു മഠം പറഞ്ഞപ്പോ ഞങ്ങൾ പോയി. പക്ഷെ ഈ ജീവിയെ പറ്റി ഞങ്ങൾ പേടിച്ചു. ഇതൊരു ശൈത്താനാണ് പഠിച്ചോനെ, എന്താ ഇതിന്റെ കോലം. അല്ല, നമ്മളെ നാട്ടിലൊക്കെ പൊതുവെ ഒരു ശൈത്താനെ വരക്കണ രൂപം ഉണ്ടല്ലോ, അതേപോലെ മോഡല്. ഇത് മുന്നിലും ഫുള്ളായിട്ട് മുടി, ബാക്കിലും ഫുള്ളായിട്ട് മുടി എന്ന് പറഞ്ഞാല് അങ്ങനെ ഉണ്ടോ? ഒന്ന് മുന്നും പിന്നും തിരിയാത്ത മോഡല്. ഏതായാലും ഞങ്ങൾ പോയി, വേഗത്തിൽ പോയി. ആ മഠത്തിന്റെ ഉള്ളില് വലിയൊരു മഠമുണ്ട്, അവിടെ ആരാധനക്കൊക്കെ വേണ്ടി ഇരിക്കുന്ന രൂപത്തിൽ. അവിടെ പോയി നോക്കുമ്പോ ഒരു വലിയ മനുഷ്യൻ, ഒരു വലിയ മനുഷ്യന്റെ വലുപ്പത്തിൽ. എന്നിട്ട് തമീമുദ്ദാർ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിൽ അത്ര ഊക്കുള്ള, അത്ര കട്ടിയും കനവും നീളവും ഉയർച്ചയുള്ള ഒരാളെ കണ്ടിട്ടില്ല. പോയി നോക്കുമ്പോ അദ്ദേഹത്തിന്റെ 2 കൈകളും മുട്ടുൾപ്പെടെ പെരടിയിലേക്ക് ഞെരിയാണി വരെ ഇരുമ്പ് കൊണ്ട് കെട്ടി ബന്ധിപ്പിച്ചിട്ടുണ്ട്. ബിൽ ഹദീദ് എന്നാണ് ഹദീസ്. ഇരുമ്പുകൊണ്ട് കൈ ഇങ്ങനെ മേലോട്ടും താഴെയുള്ള മുട്ടിന്റെ ഭാഗം കൊണ്ട് കൂട്ടിയിട്ടും ഞെരിയാണി ഉൾപ്പെടെ കൂട്ടിക്കെട്ടിക്കും, ഇരുമ്പുകൊണ്ട്. ഇത് കണ്ടു, ഇങ്ങനെ കണ്ടു നോക്കുമ്പോൾ വല്ലാത്തൊരു പടപ്പ, ചെറുതൊന്നുമല്ല. തമീമുദ്ദാർ റളിയല്ലാഹു അൻഹു പറയുന്ന അങ്ങനത്തെ ഒരു സൃഷ്ടിയെ കണ്ടിട്ടില്ല എന്നാ. ഒരു മനുഷ്യൻ, ഒരു മനുഷ്യന്റെ രൂപം. ചോദിച്ചു, നീ ആരാണെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആ ഇരിക്കുന്ന ആള് പറഞ്ഞു, എന്റെ വർത്തമാനം അറിയാൻ ഏതായാലും നിങ്ങൾക്ക് പറ്റിയല്ലോ, അതുകൊണ്ട് ഞാൻ ആദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ, നിങ്ങൾ ആരാ അതാദ്യം പറയും. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങള് ഉനാസുമിനൽ അറബ്, കുറച്ച് അറബികളാണ്. ഞങ്ങളിങ്ങനെ ഒരു കടൽ യാത്ര നടത്തുമ്പോ കപ്പലിൽ വന്ന്, കപ്പൽ നന്നായിട്ട് റൂട്ട് മാറിപ്പോയി, പിന്നെ എത്തിയത് ഇവിടെ. 1 മാസമായി ഇവിടെ ഇങ്ങനെ കറങ്ങുന്നത്. പിന്നെ ലാസ്റ്റ് കപ്പൽ അടുപ്പിച്ച് എത്തി നോക്കുമ്പോ ഈ ദ്വീപിലാണ് എത്തിയത്. അങ്ങനെ ചെറിയൊരു ബോട്ടിൽ കയറി ഞങ്ങൾ ഈ ദ്വീപിൽ ഒന്ന് കയറിയതാണ്. ഞങ്ങൾ കയറിയപ്പോഴേക്കന്നെ ഒരു വല്ലാത്തൊരു ജീവി, മുടിയൊക്കെ ഇങ്ങനെ മുന്നിലും പിന്നിലുള്ള ഒരു ജീവി ഞങ്ങളെ കണ്ടു. ഞങ്ങളോട് പറഞ്ഞു, അനൽ ജസ്സാസ, ഞാൻ ജസ്സാസയാണെന്ന് പറഞ്ഞു. എന്താണ് ജസ്സാസ എന്ന് ചോദിച്ചപ്പോ, നിങ്ങളുടെ അടുത്തേക്ക് ഈ മഠത്തിന്റെ ഉള്ളിലുള്ള ആളിലേക്ക് വരാനാ പറഞ്ഞത്, നിങ്ങളെ വർത്തമാനം കേൾക്കാൻ കൂടുതൽ താല്പര്യം ഉണ്ടാവുന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ വന്നതാണ്. അതൊരു ശൈത്താനാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നത് എന്ന് കൂട്ടത്തിൽ അവര് പറഞ്ഞു. ജസ്സാസയെ പറ്റി, നേരത്തെ കണ്ട ആളെ പറ്റി. അപ്പൊ ഈ ചെങ്ങലയില്, ഇരുമ്പും ചെങ്ങലയില് ഭദ്രമാക്കി കെട്ടി ഭദ്രമാക്കി വെച്ച ആള് ചോദിച്ചു, ബൈസാൻ തോട്ടത്തെ പറ്റി നിങ്ങൾ പറഞ്ഞു തരുമെന്ന് ചോദിച്ചു. അറേബ്യയിലുള്ള ഒരു പ്രഗത്ഭമായ പ്രസിദ്ധമായ ഒരു തോട്ടമാണ്, ഈത്തപ്പഴ തോട്ടമാണ്. ഞങ്ങൾ ചോദിക്കുന്നത്, അതിൽ നല്ല കായ്ക്കനികളുണ്ടോ ഇപ്പോഴും? അതെ, ഉണ്ട്. അറബികളാണല്ലോ അവർക്കറിയാലോ കായ്ക്കനികളൊക്കെ. എന്നാ കുറച്ചുകൂടി കാലം കഴിഞ്ഞാൽ അതിൽ കായ്ക്കനികളൊന്നും ഇല്ലാത്ത സമയം വരും എന്നും ഇയാള് പറഞ്ഞു. ഈ കെട്ടിക്കൊണ്ടിരിക്കുന്ന ആള് പറയാം, കുറച്ചു കാലം കഴിഞ്ഞാൽ അതിൽ കായ്ക്കനികളൊന്നും ഉണ്ടാകില്ല. പിന്നെ ചോദിച്ചു, തൊബരിയ തടാകത്തെ പറ്റി ഒന്ന് പറഞ്ഞുതരും, അതിൽ വെള്ളം ഉണ്ടപ്പോ. തൊബരിയ തടാകം നമ്മള് കേട്ടിട്ടുണ്ടല്ലോ, തൊബരിയ തടാകം, സാവാ തടാകം, പറ്റി വരണ്ടു നോക്കി. ആ തൊബരിയ തടാകത്തിൽ വെള്ളം ഉണ്ടോ? ഉണ്ട്, വെള്ളമുണ്ട്. കസീറത്തുൽ മാ, ധാരാളം വെള്ളമുണ്ട്. അപ്പൊ പിന്നെ ഇയാള് പറയുന്നു, കുറച്ച് കഴിഞ്ഞാലേ വെള്ളം പറ്റും. ഈ മനുഷ്യൻ പറയാൻ, കുറച്ച് കഴിഞ്ഞാൽ വെള്ളം വറ്റിപ്പോകും. നാം പിന്നെ സുഹാർ തടാകത്തെ പറ്റി പറയൂ, അതിൽ വെള്ളമുണ്ടോ? സുഹാർ തടാകം എന്ന് പറഞ്ഞാൽ ചുറ്റുഭാഗത്തും കൃഷികളാണ്. അതിന്റെ ആളുകൾ ആ വെള്ളമെടുത്ത് കൃഷി ചെയ്യുന്നുണ്ടോ? ഉണ്ടല്ലോ. ആ വെള്ളമെടുത്ത് ധാരാളം കൃഷിയൊക്കെ നടക്കുന്നുണ്ട്, അവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത ചോദ്യം, അഖ്ബിറൂനി അൻ നബിയിൽ ഉമ്മിയീൻ, എനിക്ക് നിങ്ങൾ പറഞ്ഞു തരണം, ഉമ്മിയീങ്ങളിലേക്ക് അയക്കപ്പെട്ട നബിയെ പറ്റി ഒന്ന് പറഞ്ഞു തരണം. മാ ഫഅല, മുപ്പർക്ക് പന്താ പണിയും. ഉമ്മിയീങ്ങളിലേക്ക് ഒരു നബി വരും. ഖുർആൻ അങ്ങനെയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന, അക്ഷരാഭ്യാസമില്ലാത്ത ആളുകളിലേക്ക് വന്ന് അവർക്കൊക്കെ വിജ്ഞാനവും എഴുത്തും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് അവരെ വികസിപ്പിച്ച് വളർത്തുന്ന നേതാവാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ പറ്റിയ ചോദിക്കുന്നത്. അപ്പൊ ഇവര് പറഞ്ഞു, ഖദ് ഖറജ മിൻ മക്കത്ത വനസല യസ്രിബ്, മദീനയുടെ പഴയ പേരാണ് യസ്രിബ്. മക്കയിൽ നിന്ന് പുറപ്പെട്ടു, ഇപ്പൊ മദീനയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ അടുത്ത ചോദ്യം, അഖാതലഹുൽ അറബു, അറബികൾ
ആ ഉമ്മീങ്ങളുടെ നബിയോട് ഏറ്റുമുട്ടിയോ? അതെ, ഏറ്റുമുട്ടി. എന്നിട്ട് എന്ത് നടന്നു? ചോദിക്കപ്പുറത്തുന്ന ഉത്തരവരെ കൊണ്ട് പറയും, എന്ത് നടന്നു? എന്ത് നടക്കാനാ? ഖദ് ലഹറ അലാ മൻ യലീഹി മിനൽ അറബ്, അറബികളിൽ നിന്ന് ആരെല്ലാം ആ നബിയോട് അടുത്ത് വന്നോ, ആ അവരിൽ നിന്ന് ഏറ്റവും വലിയ വിജയം നബിക്ക് കിട്ടി. അറബികളൊക്കെ ആ നബിയെ അനുസരിക്കുകയും ചെയ്തു. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, ആ ഇരിക്കുന്ന വലിയ മനുഷ്യൻ, ചെങ്ങലയിൽ കുടുങ്ങി കിടക്കുന്ന ആള് പറഞ്ഞു, കിട്ടിയിട്ട ആള്, അമാ ഇന്നതാക്ക ഖൈറുല്ലഹും അൻ യുതീഉഹു, അറബികൾക്ക് നല്ലത് ആ നബിയെ അനുസരിക്കൽ തന്നെയാണ് നല്ലത്. ഇനി ഞാൻ നിങ്ങൾക്ക് എന്നെ പറ്റി പറഞ്ഞുതരാം. ഞാൻ ആരാന്നല്ല നിങ്ങൾക്ക് അറിയേണ്ടത്, അതല്ല ആശങ്ക. അനൽ മസീഹ്, ഞാനാണ് മസീഹു ദജ്ജാൽ. ചെങ്ങലയിൽ, ഇരുമ്പും ചെങ്ങലയിൽ ഭദ്രമാക്കി കെട്ടി ഭദ്രമാക്കി വെച്ചിരിക്കണം. ഈ കെട്ടൊക്കെ അയച്ചു വരുന്ന ഒരു സമയം വരും. ഇന്നലെ നാം പ്രഭാഷണത്തിൽ പറഞ്ഞിരുന്നു, കുസ്തുന്തീനിയയുടെ ഫത്ഹ്, മഹ്ദി ഇമാമിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കോൺസ്റ്റാന്റിനോപ്പിളിന്റെ വിജയം, വിശുദ്ധ ഇസ്ലാമിലേക്ക് തക്ബീർ ചൊല്ലിയിട്ടാണ് ആ നാട് മുഴുവനും ഇസ്ലാമിന്റെ കീഴിൽ തഹ്ലീൽ കേട്ടിട്ടാ വരുന്നത്. അത് ഫത്ഹാകലോടെ ഇയാളെ പ്രവേശനം കൂടി ഉണ്ടാവും. ചില അടയാളങ്ങളൊക്കെ പറഞ്ഞു ഇയാൾ വരുന്നതിന് മുമ്പ്, ദജ്ജാല് വലിയ കുറെ അടയാളങ്ങൾ. ആ അടയാളങ്ങളിൽ ഒന്നാണ് മഹ്ദി ഇമാമു വന്നിട്ട് കുസ്തുന്തീനിയയുടെ വിജയം നടക്കുന്നു. അപ്പൊ മഹ്ദി ഇമാമു നാടൊക്കെ നീതി നിറച്ചില്ല. ഇനി ആ നാടൊക്കെ കേടാക്കാനാ മുപ്പര് വരുന്നത്. നീതി കൊണ്ട് നിറച്ച നാടൊക്കെ ഒന്ന് കേടാക്കി തകിടം മറിച്ച് വേറൊരു ഭാഗത്തുകൂടെ പോയിട്ട് ആളുകളൊക്കെ വലവീശി പിടിച്ച് നേരത്തെ മുസ്ലിമായ മൂമിനായിരുന്ന ആളുകളൊക്കെ ഒന്ന് തരം മാറ്റാൻ പറ്റുമോ എന്നുള്ള നോട്ടം നോക്കിയിട്ട് ആളിങ്ങനെ വരും. എന്നിട്ട് ഇവരോട് പറഞ്ഞു, എനിക്ക് പുറപ്പെടാൻ അനുവാദം നൽകപ്പെടാൻ അടുത്തായിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനാ നേരത്തെ കുറെ ചോദ്യങ്ങൾ ചോദിച്ചത്. അതിന്റെ അടയാളമായിട്ടാണ് നബി എന്താ ചെയ്യുന്നത്, മക്കത്ത് മദീനയിൽ എത്തിയതൊക്കെ ചോദിച്ചത്. എന്നിട്ട് അറബികൾ നബി തങ്ങളോട് ഏറ്റുമുട്ടി നബിയല്ലേ വിജയിച്ചതൊക്കെ ചോദിച്ചല്ലോ. കറക്റ്റ് വിവരം ദജ്ജാൽ ചോദിക്കുന്നു. ആ ഉത്തരം ഇങ്ങനെ കേൾക്കുമ്പോൾ അയാൾ പറയാ, പുറപ്പെടാൻ ഇനി കാലാവധി നേരത്തെ കഴിഞ്ഞത്രല്ല. കാരണം മുമ്പ് കാലത്ത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അടക്കമുള്ള എല്ലാ നബിമാരും ഉമ്മത്തിനോട് അള്ളാഹുവിനോട് കാവൽ ചോദിക്കാൻ പറഞ്ഞൊരു ഫിത്നയാണ് ഫിത്നത്തുൽ മസീഹി ദജ്ജാൽ. മസീഹ് ദജ്ജാലിന്റെ ഫിത്ന സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് നേരത്തെ ഞാൻ ഓതിയത്, ഒരൊറ്റ നബിയും ഉമ്മത്തിന് ഈ വിഷയം താക്കീത് ചെയ്യാതെ പോയിട്ടില്ല. എല്ലാ നബിമാരും അവരവരെ ഉമ്മത്തിന് മുന്നറിയിപ്പ് നൽകിയൊരു വിഷയമാണ് ദജ്ജാലിന്റെ ഫിത്ന. അപ്പൊ അത് ലോകത്ത് ഇതുവരെ നടന്ന ഫിത്നയെക്കാളും വലിയ ഫിത്നയാണ് നടക്കാൻ പോകുന്ന ഫിത്ന. ഇവിടെ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് മാത്രമല്ല ഫിത്ന, മരിച്ച കിടക്കുന്ന ആളുകൾക്കും ആ ഫിത്നയുടെ കാഠിന്യം അനുഭവപ്പെടും. അല്ലാതെ ആളുകൾ ചോദിക്കുന്നു, ഉസ്താദ് എന്തിനപ്പൊ നമ്മളൊക്കെ മസീഹ് ദജ്ജാലിന്റെ കാവൽ ചോദിച്ച് നമ്മളെക്കാട് വരുമ്പോ ഇവിടുന്ന് യാത്രയാവില്ല, പിന്നെ എന്തിനാ പോയി കാവല്? നമ്മളുപ്പാപ്പാര് കുറെ കാവല് വെച്ച് അവര് പോയില്ലേ? അല്ല, ചിന്തിച്ചു നോക്കി, അവരും ഉപ്പാപ്പാര് കാവല് വെച്ച് പോയില്ലേ? ഇത്ര നൂറ്റാണ്ടിലെ ആൾക്കാർ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ നേർന്നു പോയില്ലേ? അവർക്കും ഈ ഫിത്നയുടെ ഇടങ്ങേറ് അവർ കിടക്കുന്നിടത്ത്. ചെറിയ ഫിത്ന ഒന്നല്ല, ജീവിച്ചിരിക്കുന്ന ആളുകൾ അനുഭവിക്കുന്നത് പോലെ മരിച്ചു കിടക്കുന്ന ആളുകൾക്കും ഇവന്റെ ഫിത്നയുടെ അനുഭവം ഉണ്ടാവും. കാരണം അവന്റെ ഫിത്ന ചെറുതല്ല. ഈമാനുമായി ബന്ധപ്പെട്ട് അവൻ നടത്തുന്ന ഫിത്ന ലോകത്തെ ഏറ്റവും വലിയ ഫിത്നയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ തന്നെ പറയുന്നു. എന്നിട്ട് ഇയാൾ പറയാണ്, എനിക്ക് പുറപ്പെടാൻ അനുവാദം കിട്ടിയാൽ ഞാൻ അങ്ങ് പുറപ്പെടും, ഭൂമിയിലൂടെ ഞാൻ സഞ്ചരിക്കും, ഒരൊറ്റ ഗ്രാമവും ഞാൻ വിട്ടുപോകൂല, എല്ലാ ഗ്രാമത്തിലും ഞാൻ ചെന്നിറങ്ങും. നമ്മുടെ നാട്ടിലൊക്കെ വരട്ടോ, ഒരൊറ്റ നാടും മുഴുവൻ എല്ലാ നാട്ടിലും ഞാൻ ഇറങ്ങും. 40 ലൈല, 40 ദിവസത്തിലായി. അയാളെ കെട്ടയിച്ചു വിട്ടാൽ ആകെ ഈ ഫിത്ന നടത്താൻ 40 ദിവസമേ ഉള്ളൂ. ആ 40 ദിവസം കൊണ്ട് ഉണ്ടാക്കി തീർക്കാൻ ഫിത്ന എത്ര വലുതറിയാം. ഇപ്പോ ഫിത്നക്കാരായ തന്ത്രജ്ഞാനികൾക്ക് വരെ നടക്കാത്തതാണ് അയാൾ നടത്തുക. ലോകത്ത് ചാരപ്രവർത്തനം നടത്തുന്ന ഒരുപാട് ആൾക്കാരില്ലേ? അതിലേക്ക് ചർച്ച എത്ര ചൂട് പിടിച്ച് കേന്ദ്രത്തിലും മറ്റൊക്കെ അങ്ങനെ ചൂടിച്ചാൽ പോയി. എന്റെ പേര് മറ്റൊക്കെ നമ്മൾ പരസ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല.
അതിനേക്കാളും വലിയ ഫിത്നയാണ് ദജ്ജാലിന്റെ ഫിത്ന. പക്ഷേ ഗൈറ മക്കത്ത വ ത്വയ്ബ, മക്കയും ത്വയ്ബയും അതിൽ നിന്ന് ഒഴിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഫഹുമ, അയാൾ പറയാണ്, ആ ദജ്ജാൽ പറയാണ്, ഫഹുമ മുഹറമതാനി അലയ്യ കിൽതാഹുമാ, മക്കയും മദീനയും എനിക്ക് നിഷിദ്ധമാണ്. ഞാൻ അതിലേക്ക് കടക്കാൻ വേണ്ടി ഓരോ പൈതുകളിലൂടെ ചെല്ലുമ്പോഴും ഊരിപ്പിടിച്ച വാളുമായിട്ട് മലക്കുകൾ എന്നെ പിന്തിരിപ്പിക്കും, എന്നെ തടയും. ഏത് പഴുതിയിലൂടെ പോയാലും അവിടൊക്കെ ഉണ്ടാവും മലക്ക്. ആ മലക്ക് എന്നെ തടയും. ആ നാടുകളുടെ ഓരോ ഊടുവഴികളിലും കാവൽ ഭടന്മാരായ മലക്കുകൾ ഉണ്ടാകും. ഇത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തങ്ങളെ കയ്യിലുള്ള വടി കൊണ്ട് മിമ്പറിലൊന്നും ഇങ്ങനെ കുത്തി ശബ്ദമുണ്ടാക്കിയിട്ട് ഹാദിഹി ത്വയ്ബ, ഹാദിഹി ത്വയ്ബ, ഹാദിഹി ത്വയ്ബ, ഇത് ദജ്ജാൽ കടക്കാത്ത ത്വയ്ബയാണിത്, മദീനയാണിത്, വിശുദ്ധ ഭൂമിയാണിത്. അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളോട് നേരത്തെ ഈ വിഷയം പറഞ്ഞിട്ടില്ലേ, ദജ്ജാൽ ഇവിടെ കാലുകുത്തൂലാന്ന്. ഇപ്പതാ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു നേരിട്ട് കേട്ട വിവരം പറയുന്നു. ജനങ്ങളൊക്കെ ഇത് കേട്ടിട്ട് പറഞ്ഞു, നഅം, അതെ, ഞങ്ങൾ ഈ വിവരം കേട്ടിട്ടുണ്ട് തങ്ങൾ പറയുന്നത്. ഇപ്പൊ അത് ദജ്ജാൽ പറഞ്ഞു കൊടുത്ത വിഷയമാണ്. തമീമുദ്ദാരിൽ അൻസാരി റളിയല്ലാഹു അൻഹു കണ്ട അനുഭവം, 30 ആളുകളുടെ കൂടെ പോയി കണ്ട അനുഭവമാണ് വിശദീകരിച്ചത്. അവരാ എത്തിപ്പെട്ട സ്ഥലത്തിന് പ്രത്യേക പേരില്ലാത്തതുകൊണ്ട് ഏത് സ്ഥലം എന്ന് പറയും? നമ്മളിങ്ങനെ ഹദീസ് പരിശോധിക്കുമ്പോൾ ഒരു സ്ഥലമായി കണ്ടാൽ നമുക്കൊന്ന് പോയി നോക്കാന്നല്ല, അല്ലെങ്കിൽ ഉപകരണങ്ങളെ വെച്ചിട്ടൊന്നും പിടിക്കാന്നല്ല. അതിന് സഹോദരങ്ങളെ, മനുഷ്യന്മാര് പ്രവേശിക്കാത്ത സ്ഥലങ്ങൾ ഉണ്ടോ ഇല്ലേ എന്ന ഒരു ചർച്ച യജൂജ് മഅജൂജിനെ ബന്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് കിതാബുകൾ നടക്കുന്നു. ഇൻഷാ അല്ലാഹ് ആ വിഷയം ഒരുപാട് പറയാം. അല്ല, യജൂജ് മഅജൂജ് ഇത്ര അധികം ഉണ്ട്. ഇത്രയും എന്ത് പുരോഗമിച്ചതാണ്? ഐ ടി അല്ലേ? ഐ ടി ഇത്രയും പുരോഗമിച്ചിട്ട് അത് കണ്ടെത്താൻ കഴിയില്ലേ? ഏതെല്ലാം നാടുകളിൽ എന്തെല്ലാം സംഭവങ്ങൾ നടക്കുന്നു എന്ന് സാറ്റലൈറ്റിലൂടെ നോക്കിക്കാണുന്നുണ്ട്. അപ്പൊ നിങ്ങള് ഇവിടെയാണ് ഉള്ളത് എന്ന്, എവിടെയാണ് നിങ്ങളിപ്പോ ഉള്ളത് എന്ന് തിരിച്ചറിയാൻ എത്ര അധ്വാനം ഉണ്ടാവും? ഓരോരുത്തരുടെയും കയ്യിലുള്ള ഉപകരണം ഓണായാൽ മതി പോരെ? ആ ഉപകരണം ഓണായാൽ ഇന്നാൾ എവിടെ ഉള്ളത്? അയാളാ, നോക്കട്ടെ ഒരു മിനിറ്റ്, അയാള് സ്ഥലത്താണ്. അത് ഇവിടെ ഈ ഏരിയയിൽ മാത്ര അല്ല, റേഞ്ചുള്ള എല്ലാ സ്ഥലത്തും. റേഞ്ച് ഇല്ലാത്തടത്ത് കാര്യം തോന്നില്ലല്ലോ. റേഞ്ച് ഇല്ലാത്ത സ്ഥലം ഇപ്പല്ലേ? ഉണ്ട്, ഇല്ലാത്ത സ്ഥലമുണ്ട്, എത്രയോ ഉണ്ട്. ഇല്ലാത്ത സ്ഥലല്ലേ? ധാരാളുണ്ട്, ഒരുപാടുണ്ട്. അവിടെ നിന്ന് ഒരു പക്ഷേ കിട്ടിയോളന്നില്ല. അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ. അപ്പൊ അങ്ങനെ നമ്മൾ കൂട്ടി നോക്കുമ്പോ കിതാബുകളിലൊക്കെ ആളുകളുടെ ശ്രദ്ധ എത്തിപ്പെടാത്ത, ആളുകളുടെ പ്രവേശനം എത്തിപ്പെടാത്ത ഏരിയകൾ. ബഹർ എത്ര ഉണ്ട് നമ്മൾ കരുതിയത്? ദ്വീപുകൾ, പഴയ കാലത്തുള്ള ദ്വീപുകൾ തന്നെ അസ്തമിച്ചു പോയതുകൊണ്ട് പുതിയത് വന്നതുമില്ലേ? ഇപ്പൊ ഇന്ന് നിങ്ങൾ വായിച്ചില്ലേ പത്രത്തിലൊക്കെ, ലക്ഷദ്വീപിന്റെ കരയും കടലും ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അള്ളാഹു അവർക്ക് നല്ല സലാമത്ത് കൊടുക്കട്ടെ, നല്ല ജീവിക്കാനുള്ള സുരക്ഷിതത്വം അള്ളാഹു വേണ്ടി കൊടുക്കട്ടെ. കാരണം അവരുടെ കര എടുത്തു പോയാല് ആകെ കുറച്ചേ ഉള്ളൂ ആ ദ്വീപ് നന്നായി. പിന്നെ ആ ജീവിതത്തിന് വലിയ പ്രയാസം. കടലിങ്ങനെ നമ്മളെ നാട്ടുകളുടെ വിഷയങ്ങളെ പറ്റി പറഞ്ഞപ്പോ ഓരോ കൊല്ലവും ഇങ്ങനെ എടുത്തു പോയല്ലോ പല ഭാഗവും. അത് അവിടേക്കും അനുഭവപ്പെടുന്നുണ്ട് എന്നാണ്